എന്നുണ്ട് വാ. നമ്മള് ബോട്ടിങ്ങിനാണ് കേട്ടോ പോണത്. അഷ്ടമുടി കായലിലൂടെയുള്ള രസകരമായ ഒരു വഞ്ചിയിലൊക്കെ ഉള്ളൊരു യാത്രയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒത്തിരി സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൊന്മാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ടീച്ചർ, അങ്ങനെ എന്തൊക്കെയോ കുറേ സിനിമകളുടെ ലൊക്കേഷനും കൂടിയാണ് നമ്മളിപ്പോൾ ഇത് കാണാൻ പോണത്. അപ്പോൾ എന്തായാലും ഈ കായലിലൂടെയുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും പോരുട്ടോ. ഫോൺ എടുക്കാൻ പറ്റില്ല. ഇതേ ചേട്ടൻ പറഞ്ഞേട്ടാ, ഫോൺ ആരും യൂസ് ചെയ്യരുത്. ആര് പറഞ്ഞു? ചേട്ടൻ നിങ്ങളെങ്ങോട്ടാ പോണേ? ജോമി എങ്ങോട്ടാ പോണേ? പോയി ഗൂഗിൾ മാപ്പ് ഇട്ടോ. ഓ, ഐസും കട്ടയാണോ ടൈറ്റാനിക്ക് പോകുമ്പോ? നടുക്ക് എന്തോ നിക്കണ്ടല്ലോ. നിങ്ങളെന്തീ കാണിക്കണം? പ്രശ്നമില്ല. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഞങ്ങളിങ്ങനെ ഒരു ഓളത്തിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓഹോയ് ഓഹോയ് ഓഹോയ്. എന്റെ പൊന്നെ, എന്റെ ഫോൺ കളയരുത്. ഇവിടെ ഇവൻ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ഫോൺ ചോദിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്റെ ഫോൺ കളിയണോ കളിയണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഭീഷണിയാണ് ഇവിടെ. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലേ? മന്തിന്റെ അടുത്ത നമ്മൾ എത്തിക്കണം. ഇവിടെയാണ് നമ്മൾ എടുക്കണത്. അനങ്ങാണ്ടിരിക്കല്ലോ.
എന്റെ തമ്പുരാനെ കിട്ടിയില്ലേന്ന്. അതാ ഇച്ചിരി കളഞ്ഞ് ദേഹം എനിക്കത് ഇടേണ്ട ആവശ്യമില്ല, അഴിച്ചളഞ്ഞതുകൊണ്ട്. വീടിന്റെ ചുറ്റിനോട്ട് പോണത് കൈ കൈ ആത്തു കൈ ആത്തു കൈ ആത്തു
മോളെ മോളെ ശരി ശരി. ഇതാ അത് പറഞ്ഞത് പെണ്ണുണ്ട് വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ പേടിയിലൊടിച്ചിട്ടേ പേടി കാണുന്നു. ഒരു പെണ്ണ് വണ്ടിയിലുണ്ടായിരുന്നു. അയ്യോ ദേ വേറെ വഞ്ചി വന്നി ഒക്കെ ഒതുക്കാൻ പറ്റും. Oh my God. തലയൊക്കെ താത്തിക്കോട്ടോ. അയ്യോ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഗൈസ്. എങ്ങനെയാണോ എന്തോ. അവര് നമുക്ക് വഴി മാറി തരുന്നുണ്ട്. ഞാനത് ജോമിയാണോ നോക്കിയത്. ഈ ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കാം കേട്ടോ. ഇവിടെ ഇറക്കം ഒട്ടും ആഴമില്ലാത്ത സ്ഥലം, അതുകൊണ്ട് ഇറങ്ങണേന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. ശരിക്കും കുറച്ച് പേടിയൊക്കെ തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട്. കായലിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. വളരെ നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. പറ്റുന്ന ആൾക്കാരൊക്കെ വരിക, വെക്കേഷനല്ലേ, എല്ലാവരും ഒന്ന് തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമായിരിക്കും. ഭയം കൊണ്ടാണ് ശരിക്കും സന്തോഷമില്ലാത്തത് അല്ലേ ഹണി? ഹണി ഭയം കൊണ്ടല്ലേ?
എങ്ങോട്ട് പോകുന്നു വെച്ചിട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരിട്ടാ. തുഴയാലൊന്നും സത്യം പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. ഡമ്പ ഡമ്പ എങ്ങോട്ട് പോകുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ ഇതിലെ പോകുന്ന ആൾക്കാർ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ വരുന്ന ആൾക്കാരൊന്നും പ്ലാസ്റ്റിക് ഇട്ടിട്ട് അഷ്ടമുടിക്കായലിനെ വൃത്തിഹീനമാക്കാതിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യണം ശരിയല്ല കേട്ടോ. നമ്മുടെ പ്രകൃതി നമുക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാവി മക്കളൊക്കെ വരുമ്പോൾ അവർക്കും കൂടെ ഉപകാരപ്രദമായിട്ട് വേണം നമ്മളിതെല്ലാം കാത്തു സൂക്ഷിക്കാനായിട്ട്. ആ സൈഡ് തന്നല്ലാണ്ട് ലാൻഡ് ചെയ്തതല്ലേ. ഇതാ അങ്ങനെ പുറകെ പോരിട്ടാ അല്ലെ ഈ വഴി തെറ്റും. എവിടെ പോണാണ്? അടുത്താള് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ പാർക്ക് ചെയ്താണോ? ജോമി ഓഹോയ് ഓഹോയ് ഇടിച്ചു. പറഞ്ഞാനേന്ന് ഈശ്വര. ക്ഷീണിച്ചു ഗൈസ്. കിടന്ന് ഫോൺ ചെയ്യണേ. നിങ്ങൾ തൊഴണേക്കാളും നല്ലതാട്ടോ ഇങ്ങനെ കിടക്കണത്. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണ്ട. എന്താ അറിയാൻ പാടില്ലാത്ത? താന്ന് പോയി ഡ്രൈവ് ചെയ്യായിരുന്നില്ലേ? അവർക്കാർക്ക് വഞ്ചി ഓടിക്കാൻ ഏതിനറിയോ തുഴയാനായിട്ട്? വലിക്കല്ലേ നമ്മുടെ കയ്യിൽ ഷെയ്ക്കായത്. നമ്മൾ ടൂറിലെത്തിക്കണത് ടൂറ് പോലെ.
പഴുത്ത്. വെറുതെ വിഷം കണ്ടാണ് വണ്ടിരിക്കണ ചേട്ടൻ പഴപ്പറ അയ്യോ അപ്പൊ താഴെ എങ്ങനെ തലമുട്ടൂലേ? എല്ലാം കുനിയണോ? എല്ലാരും കുനിയണോ? നല്ല രസമായിരിക്കുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നാല് എന്തായാലും മുട്ടും അല്ലേ? അല്ല കുനിയണോ? എടാ താഴ്ത്തിക്കോട്ടെ തലേക്ക. ഇതാ ഇവര് കേറി പോണ നമുക്ക് കാണാം. ദൈവം അവസാനം ഞാൻ ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് വരാം. നിലത്തിരിക്കോ? ഇതൊക്കെ ഇരിക്കണോ? തല നിവർത്താറായിട്ടില്ല. അതാ ചേട്ടൻ കുനിഞ്ഞിരിക്കണം. വരുന്നു ഗൈസ്. വീട്ടിലോട്ട് കൂടരുത് വെയിറ്റ്. തന്നെ ഇരുന്ന കറക്റ്റ് ആയിരുന്നു ഇരുന്നതോ? നേരത്തെ ഇരുന്നത് അതുപോലെ അങ്ങ് ഇരുന്നു. എനിക്ക് തുഴയണേട്ടനെ കിട്ടാനേ. തുഴേനെ എടുക്കുക. പിന്നെ ഇത് ഇവിടെ നല്ലൊരു സീനറി ഉണ്ട്. ഇതവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ടേ. നല്ല രസമാണ് കണ്ടിരിക്കാനും. വെറുതെ കായലിൻ്റെ അരികിലൊക്കെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ നല്ല രസമാണ്. ഗുഡ് ബോയ്. നമ്മളെവിടെ പോണത്? നമ്മളോ ഇങ്ങനെയുള്ളൊരു അതുകൊണ്ടായിരിക്കും വീട്ടിൽ വന്നത്. ആയിരിക്കും. ഇവിടെ കിടക്കാൻ പറ്റില്ല. എവിടെ നമ്മുടെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യുന്നത്? നമ്മുടെ വണ്ടി അപ്പുറത്ത് എപ്പത്ത്? അപ്പുറത്ത് ലൈറ്റ് ആണ്. തലേന്നായി എടുക്കും ഞാൻ. അതിൻ്റെ ഉള്ളിൽ അവർ കയറാൻ പോകും. ലൈറ്റ് ഇട്ട് പിടിക്കണം. അതറിയാണ്ട് ഓണായിട്ട് വേഗം കളയിലോട്ടോ. അങ്ങനെ ആരുടെ ഇന്നോടല്ലേ കൊല്ലിപ്പോ. ആരെയാ ആരെയാ ഏതരെയാ? ബീച്ച് ഓടിക്കേണ്ട ആള്. ബീച്ച് ഓടിക്കണ്ട എല്ലാം കളിച്ചോട്ടം. നമ്മളെ
നമ്മളെ വേണ്ട അവൻ്റെ സ്ഥലത്ത് നമ്മുടെ പാർക്ക് ഇത് നമ്മുടെ കാറ് ഇത് നമ്മുടെ കാറാ ഇതുണ്ട് ഇതെന്താ പോളിച്ച് ബോട്ടാണ് പോളിച്ച് എടുത്തോണ്ട് വന്നത് പോളിച്ചെന്റെ ബോട്ടാ പോളിച്ചെന്റെ ബോട്ട് എടുത്തോണ്ട് വന്നത് ഇതാ ആ സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെ ശരിക്കും ഇത് കുറവാട്ടോ, ആഴം കുറവായിട്ടുള്ള സ്ഥലമാണത്. ആ ഭാഗത്തെല്ലാം ആഴം കുറവാണ്. ഞാനത് കാണിച്ചു തരാം. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നോക്കാം കേട്ടോ. ഒതുങ്ങിക്ക് ഒതുങ്ങിക്ക്. വലുതായിട്ടും കുഞ്ഞിതായിട്ടും എത്താറായി നമ്മള് വയറായി എന്നല്ല, വരാറായി. ഞങ്ങൾ എത്താറായി, വരാറായി. അത് ബാക്കെടുക്കാൻ പോവും. ഇവിടെ ബാക്കെടുക്കും. ബാക്കെടുക്കാൻ പോവാ. എത്തി ഗൈസ്. അങ്ങനെ നമ്മളെത്തി. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ, സൂപ്പറാണ്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേ ചെയ്യുമ്പോൾ 1500 രൂപയാണ് റൂമിന് വരുന്നത്. അത് AC റൂമാണ് വരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കഴിക്കാനായിട്ട്. ഇപ്പം ഒരു ദിവസം ഫുള്ള് ഇവിടെ ചിലവഴിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാം, ഒരുപാട് സന്തോഷിക്കാം നമുക്ക്. ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതിന് 1500 രൂപയാണ് കേട്ടോ റെൻറ്റ് വരുന്നത്. 1500. പിന്നെ ഫുഡും കാര്യങ്ങൾക്കുള്ള ചിലവും കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ വഞ്ചിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. 10 പേര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 1400 രൂപയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബോട്ടിങ്ങിനായിട്ട് വന്നേക്കുന്നത് ഒരു 1400 രൂപയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക ഈ ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ പറയാണ്. പിന്നെ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.